ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനായി എത്തിയ ഗൗതം വാസുദേവ് മേനോൻ ചിത്രം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. സിനിമ ആദ്യ ദിവസം തന്നെ ഒരു റെക്കോർഡ് തകർത്തിരിക്കുകയാണ്. 2025 മികച്ച ആ റെക്കോർഡ് നമുക്ക് ഒന്ന് കടന്നു ചെല്ലാം. പ്രീ സെയിലിലൂടെ സിനിമ നേടിയത് 57 ലക്ഷം രൂപയോളമാണ് നേടിയിരിക്കുന്നത്. അതായത് ഈ വർഷം ജനുവരിയിൽ മുതൽ ഇറങ്ങിയ സിനിമകളിൽ നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും ഉയർന്ന പ്രീ സെയിലിലേക്ക് കടന്നിരിക്കുകയാണ് മലയാള സിനിമയുടെ പട്ടികയിൽ ഈ ഒരു സിനിമ. ഇതിനു മുമ്പ് ഇറങ്ങിയ 4ഓളം സിനിമകളാണ് അല്ലെങ്കിൽ 3ഓളം സിനിമകളാണ് നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കിയിരിക്കുന്നത് രേഖാചിത്രം എന്ന മമ്മൂട്ടി അഭിനയിച്ച അല്ലെങ്കിൽ മമ്മൂട്ടി കൂടി പങ്കായ മമ്മൂട്ടി ചേട്ടൻ ഉള്ള സിനിമ എന്ന് തന്നെ പറയാം. മമ്മൂട്ടിയുടെ ഫിസിക്കൽ അപ്പിയറൻസിലും AI വന്ന ആ ഒരു സിനിമ ആദ്യ ദിനത്തെ പ്രീ സെയിലിലൂടെ നേടിയത് 44 ലക്ഷം രൂപയായിരുന്നു. പിന്നീട് ഐഡൻറ്റിറ്റി എന്ന നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ടൊവിനോ ചിത്രം നേടിയത് 47 ലക്ഷം രൂപയാണെങ്കിൽ പ്രാവിൻകൂട് ഷാപ്പ് എന്ന ചിത്രം 54 ലക്ഷം രൂപ നേടി ഒന്നാം പൊസിഷനിലായിരുന്നു. ഇന്ന് ഇവിടെ പ്രീ സെയിലിലൂടെ കടന്നിരിക്കുന്നത് 57 ലക്ഷം രൂപയാണ് ഡൊമിനിക് നേടിയിരിക്കുന്നത്. ലോ പ്രൊമോഷനിലൂടെയും ലോ ബഡ്ജറ്റിലൂടെയും വന്ന ചെറിയ സിനിമയായി വന്ന ഡൊമിനിക് ആ ഒരു റെക്കോർഡ് തീർത്തിരിക്കുകയാണ്. തീർച്ചയായും ഈ റെക്കോർഡും തകർക്കപ്പെടും. അത് എമ്പുരാൻ വരുന്നിടം വരെ ആയിരിക്കുമെന്നും നമുക്കറിയാം. കാരണം വലിയ ബഡ്ജറ്റിൽ വരുന്ന ആ ഒരു സിനിമ അത് തകർക്കണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹവും. എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം. അതിനിടയിൽ മറ്റേതെങ്കിലും ചിത്രം ഈ ഒരു കളക്ഷൻ റെക്കോർഡ് തകർക്കുമോ എന്നുള്ളത് ഒരുപക്ഷെ അത് സേഫ് ആയിരിക്കാം. എന്തായാലും സിനിമയ്ക്ക് മികച്ച രീതിയിൽ തന്നെയാണ് അഭിപ്രായങ്ങൾ പോകുന്നത്. ആദ്യ മണിക്കൂറുകളിൽ ആദ്യ ഹാഫ് അതിഗംഭീരം എന്നുള്ള പേരുകൾ വന്നു. പിന്നീട് സിനിമയ്ക്ക് എബോ ആവറേജ് പോസിറ്റീവ് എന്നുള്ള ആ ഒരു രീതിയിലുള്ള റെസ്പോൺസുകൾ തന്നെയാണ് കൂടുതൽ ആളുകളിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. ഒപ്പം പ്രമുഖ റിവ്യൂവേഴ്സിൽ നിന്ന് പോലും നമുക്ക് കാണാൻ കഴിഞ്ഞു സിനിമ അതിഗംഭീരം എന്നുള്ളതും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മളുടെ റിവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ മമ്മൂക്കയുടെയും അതിനുപരി നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ഗോകുൽ സുരേഷ് ഗോപിയുടെയും പെർഫോമൻസ് തന്നെയാണ്. മമ്മൂട്ടിയുടെ കയ്യിൽ ഈ ഒരു കഥാപാത്രം കിട്ടിയപ്പോൾ മറ്റൊരു പുതിയ ജനർ ഓഫ് അല്ലെങ്കിൽ കാറ്റഗറി ഓഫ് ഒരു കഥാപാത്രത്തെ അദ്ദേഹം സൃഷ്ടിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാനും കഴിഞ്ഞു എന്നുള്ളതാണ്. CBI ഡയറക്ടറിലെ സേതുരാമയ്യരെ പോലെ ഇവിടെ ഡൊമിനിക് എന്ന CID ഒരു സാധാരണക്കാരനായ CIDയും എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. അത് മമ്മൂക്കയുടെ കയ്യിൽ ഭദ്രമാവുകയും ചെയ്തു. അതുതന്നെയാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഈ ഒരു ക്യാരക്ടറിനെ അത്രത്തോളം ഫ്ലെക്സിബിളായിട്ട് മമ്മൂക്ക കൈകാര്യം ചെയ്തു. പല നടന്മാർക്കും കഴിയാത്ത കാര്യമാണ് ഇന്ന് അദ്ദേഹം ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു ലൈറ്റർ വേർഷൻ ഓഫ് മമ്മൂക്ക എന്നത് അശ്വന്ത് കോക്കിൻ്റെ വാക്കാണ്. അതായത് അദ്ദേഹം പോലും നല്ല ലെവലിൽ മമ്മൂക്കയെ വിമർശിക്കുന്ന ഒരു വ്യക്തി തുടരെ മമ്മൂക്കയെ വയ്യ എന്ന് പറഞ്ഞിരുന്ന ആ സ്ഥലത്ത് നിന്ന് ഇന്ന് മമ്മൂക്കയാണ് സൂപ്പർ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. അത് അശ്വന്ത് കോക്കിനെ പോലെ അദ്ദേഹം ഒരു കമൻറ്റ് പറഞ്ഞു എന്നാണ്. അതേപോലെ ഒരുപാട് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു മമ്മൂട്ടി എന്ന നടൻ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അഭിനയം എന്ന കലയെ ഇഷ്ടപ്പെടുന്ന അതിൻ്റെ രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന നടനായി മാറുന്ന മമ്മൂട്ടിയെ നമുക്ക് കാണാനും കഴിയുന്നു. എന്താണെങ്കിലും ഈ ഒരു റെക്കോർഡ് മമ്മൂക്ക നേടിയിരിക്കുകയാണ്. 2025 ഏറ്റവും ഉയർന്ന പ്രീ സെയിലിലൂടെ മമ്മൂക്ക നിൽക്കുന്നു. കഴിഞ്ഞ വർഷം ആദ്യ ദിനത്തെ കളക്ഷൻ ടർബോ എന്ന മമ്മൂട്ടി ചിത്രമായിരുന്നു നേടിയത്. അത് തകർക്കാൻ വേറൊരു ചിത്രത്തിനും കഴിഞ്ഞാൽ അന്യഭാഷകളിൽ നിന്ന് വന്ന ചിത്രത്തിനോ കേരളത്തിൽ നിന്നുള്ള ഒരു ചിത്രത്തിനോ കഴിഞ്ഞ വർഷം ആ സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് തകർക്കാൻ കഴിഞ്ഞില്ല. ഈ 2025 മമ്മൂട്ടി വർഷമാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ നൽകുന്നത്. ഇത് ഒരു ഹിറ്റ് സിനിമയാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരുപക്ഷെ സൂപ്പർ ഹിറ്റ് വരെ എത്താനുള്ള ചാൻസുകളുമുണ്ട്. സൈലൻറ്റ് ഹിറ്റാകാനാണ് ചാൻസ്. കാരണം ഇതിൻ്റെ ജോണർ അങ്ങനെ തന്നെയാണ് പോകുന്നത്. വേണമെങ്കിൽ ഇതിനെ വലിയ ബൂസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ എത്തിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ മനോഹാരിത പോകുമെന്ന് മാത്രമല്ല, എല്ലാ സിനിമകളും ഒരേപോലെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ പ്രഡിക്ഷൻ പോലെ പോകും. ഇത് പ്രഡിക്ഷൻ ഇല്ലാത്ത ലെവലിലേക്ക് പോകുന്നു. യാതൊരു പ്രതീക്ഷയുമില്ലാതെ പരാജയപ്പെടുമെന്നുള്ള രീതിയിൽ ആളുകൾ കാണാൻ പോയ സിനിമ ഇന്ന് കയ്യടി നേടിച്ചു വരുന്നതും അതുതന്നെയാണ്. അതിനകത്തിൽ മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്നത് മമ്മൂക്കയും ഗോകുൽ സുരേഷ് ഗോപിയാണ്. ഒരുപക്ഷെ ഞാൻ മമ്മൂക്കയേക്കാൾ കൂടുതൽ ഗോകുലിനെ പറയുള്ളൂ. കാരണം ഗോകുലിൽ നമുക്ക് അത്ര പ്രതീക്ഷകൾ ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ അതിനു മുമ്പ് 1-2 സിനിമകൾ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് വലിയ താല്പര്യം തോന്നി. ഇപ്പോൾ മമ്മൂക്കയുടെ കൂടെ നിൽക്കുമ്പോൾ അവരുടെ കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഈ യുവതലമുറയിൽ നല്ല ലെവലിൽ ചെയ്യുന്ന ഒരു നടനായി മാറുന്നു ഗോകുൽ എന്നുള്ളതാണ്. കാത്തിരിക്കാം. എന്തായാലും മമ്മൂക്കയും ഗോകുലും തകർത്തടിച്ച ഈ ഒരു സിനിമ നിങ്ങൾ ആരൊക്കെയാണ് കാണാൻ പോകുന്നത്? ഇപ്പോൾ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. ഗ്രീൻ മീഡിയാസ്.